ഹലോ എവരി വൺ, മൈസെൽഫ് അനു. ഞാനൊരു അനലിറ്റിക്സ് കൺസൾട്ടൻ്റാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഗൂഗിൾ ടാഗിനെ പറ്റിയാണ്. ഗൂഗിളിൻ്റെ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിലോട്ട് ഏറ്റവും എഫിഷ്യൻ്റായി ക്വാളിറ്റി ഡാറ്റ എത്തിക്കാൻ ഗൂഗിൾ കൊണ്ടുവന്ന ഒരു റെവല്യൂഷണറി സൊല്യൂഷനാണ് ആക്ച്വലി ഗൂഗിൾ ടാഗ്. ഗൂഗിൾ ടാഗിലൂടെ ഗൂഗിൾ ഫേസ് ചെയ്ത മൾട്ടിപ്പിൾ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ കൂടി കണ്ടെത്താൻ അവർക്ക് സാധിച്ചു. ഞാൻ പറഞ്ഞു ഇതൊരു റെവല്യൂഷണറി സൊല്യൂഷനാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗൂഗിൾ ടാഗിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരു സിംഗിൾ ടാഗ് വഴി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡെസ്റ്റിനേഷനിലോട്ട് ഡാറ്റ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. കറൻ്റ്ലി ഗൂഗിൾ അനലിറ്റിക്സും ഗൂഗിൾ ആഡ്സുമാണ് സപ്പോർട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. ബട്ട് ഇൻ ഫ്യൂച്ചർ മൾട്ടിപ്പിൾ തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. റീസെൻ്റ്ലി മെറ്റ ഗൂഗിൾ അനലിറ്റിക്സുമായുള്ള ഇൻ്റഗ്രേഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഇൻ നിയർ ഫ്യൂച്ചർ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഗൂഗിൾ ടാഗ് ബേസിക്കലി ഒരു മൾട്ടിപർപ്പസ് ടാഗാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഗൂഗിൾ ടാഗിന് ഒരു വെബ്സൈറ്റുമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റുമായി ഇൻട്രാക്ട് ചെയ്യുന്ന യൂസറിൻ്റെ മൾട്ടിപ്പിൾ ആക്ഷൻസ് ഓട്ടോമാറ്റിക്കലി ട്രാക്ക് ചെയ്യാനും അതിൻ്റെ ഡെസ്റ്റിനേഷൻസിലോട്ട് എത്തിക്കുവാനും സാധിക്കും. ഗൂഗിൾ ടാഗിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഡെവലപ്പർ ഡിപെൻഡൻസി വളരെ കുറവാണ് എന്നുള്ളതാണ്. ഗൂഗിൾ ടാഗിനൊരു ഇൻ്റർഫേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഇൻ്റർഫേസ് വഴി ഗൂഗിൾ ടാഗിൻ്റെ ബിഹേവിയറെ മാനേജ് ചെയ്യാനും അതുവഴി ഡെവലപ്പർ ഡിപെൻഡൻസി ഒഴിവാക്കാനും സാധിക്കും. ഗൂഗിൾ ടാഗ് വരുന്നതിന് മുന്നേ എങ്ങനെയാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിലോട്ട് ഡാറ്റ കൊണ്ടുപോയത് എന്നും ഗൂഗിൾ ടാഗ് എന്ത് ചേഞ്ചാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തതെന്നും നമുക്കൊന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വെബ്സൈറ്റിന് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. ഗൂഗിൾ ആഡ്സ് വഴിയാണ് നിങ്ങൾ ട്രാഫിക് വെബ്സൈറ്റിൽ കൊണ്ടുവരുന്നതും കൺവേർഷൻസിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യുമെന്ന് കരുതാം. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ പ്രധാനമായും 2 ട്രാക്കിംഗ് സ്ക്രിപ്റ്റുകൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്യേണ്ടത്. ഒന്ന് ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് സ്ക്രിപ്റ്റ്, മറ്റൊന്ന് ഗൂഗിൾ ആഡ്സിൻ്റെ ട്രാക്കിംഗ് സ്ക്രിപ്റ്റ്. സോ ഈ ഒരു മെത്തേഡിൽ 2 സ്ക്രിപ്റ്റ് നിങ്ങളുടെ വെബ്സൈറ്റിൽ ലോഡ് ചെയ്യണം. അതുകൊണ്ട് വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് ചെറിയ രീതിയിൽ ഇഷ്യൂസ് ഉണ്ടാകും, ബട്ട് ഇതൊരു മേജർ ഇമ്പാക്റ്റ് അല്ല. എന്നിരുന്നാൽ കൂടി 2 സ്ക്രിപ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് ലോഡായില്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ ഇഷ്യൂസ് വരികയോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഡാറ്റ എത്തുകയുമില്ല. അതുപോലെ തന്നെ ഒരുപാട് ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ ഇഷ്യൂ ഉണ്ട്. 2 പ്ലാറ്റ്ഫോമിലും സെയിം സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ടാവും. അത് 2 രീതിയിൽ പാസ് ചെയ്തുകൊണ്ട് പോകണം. അങ്ങനെയൊക്കെ ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഈ ഒരു മെത്തേഡിലുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരു കൂട്ടം പ്രോബ്ലംസിനുള്ള സൊല്യൂഷനാണ് ആക്ച്വലി ഗൂഗിൾ ടാഗ്. ഈ ഗൂഗിൾ ടാഗ് വന്നതോടുകൂടി നിങ്ങളൊരു സിംഗിൾ സ്ക്രിപ്റ്റ്, എന്നാൽ ഗൂഗിൾ ടാഗിൻ്റെ ഒരു സിംഗിൾ സ്ക്രിപ്റ്റ് നമ്മുടെ വെബ്സൈറ്റായി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതോടുകൂടി ആ ഗൂഗിൾ ടാഗിൽ എന്തൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കോൺഫിഗർ ചെയ്ത് കൊടുത്തുകൊണ്ട് ആ ട്രാക്കിംഗ് എല്ലാം ഈ വെബ്സൈറ്റിൽ നടക്കും. എന്നിട്ട് ഈ ഡാറ്റ ഗൂഗിൾ ടാഗിലേക്ക് എത്തുകയും ഈ ഗൂഗിൾ ടാഗിൻ്റെ ഇൻ്റർഫേസിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ഡെസ്റ്റിനേഷൻസിലോട്ട് ഈ ഡാറ്റ പാസ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ നമുക്കറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞു ഗൂഗിൾ അനലിറ്റിക്സും ഗൂഗിൾ ആഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഈ 2 ഡെസ്റ്റിനേഷനുകൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ ഗൂഗിൾ അനലിറ്റിക്സിലേക്കും ഗൂഗിൾ ആഡ്സിലേക്കും പാസ് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ സ്ക്രിപ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ ലോഡ് ചെയ്താൽ മതി. അതുപോലെ ഗൂഗിളിന് ഒരൊറ്റ സ്ക്രിപ്റ്റ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. സോ ആ ഒറ്റ സ്ക്രിപ്റ്റ് ഫോക്കസ് ചെയ്താൽ മതി എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ്ലി ഗൂഗിൾ ടാഗിനകത്ത് ഒരുപാട് അപ്ഡേറ്റുകൾ ഗൂഗിൾ കൊണ്ടുവന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് യൂസർ ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത്. സോ യൂസർ ഡാറ്റ ആ ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക് ഗൂഗിളിന് ആ ഒരു യൂസർ ഇൻഫർമേഷൻ, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പറൊക്കെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡൊമൈനിൽ സ്ക്രാപ്പ് ചെയ്തെടുത്തുകൊണ്ട് പോകാനുള്ള കേപ്പബിലിറ്റി ഗൂഗിൾ ടാഗിനുണ്ട്. സോ ജസ്റ്റ് ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ തന്നെ ഒരു ഡെവലപ്പർ ഡിപ്പെൻഡൻസി ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഇൻഫർമേഷൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ പറ്റും. അത് ഗൂഗിൾ ടാഗിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജാണ്. ഇനി നമുക്ക് ഈ ഗൂഗിൾ ടാഗിൻ്റെ ഇൻ്റർഫേസും അതുപോലെ തന്നെ അതിനകത്ത് മൾട്ടിപ്പിൾ ഡെസ്റ്റിനേഷൻ കണക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. സോ ഇതെൻ്റെ ഒരു ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ഡെമോ അക്കൗണ്ടാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്മിൻ സെക്ഷനകത്ത് പ്രോപ്പർട്ടി സെറ്റിംഗ്സിനുണ്ടിൽ ഡാറ്റ സ്ട്രീം പോയി കഴിഞ്ഞാൽ ഡാറ്റ സ്ട്രീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗൂഗിൾ ടാഗിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. സോ ഇതിന് താഴെ നമുക്കൊരു കോൺഫിഗർ ടാഗ് സെറ്റിംഗ്സ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗൂഗിൾ ടാഗിൻ്റെ സെറ്റിങ്സിലൂടെ നമ്മളെത്തും. എത്തി. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഗൂഗിൾ ടാഗിൻ്റെ മൾട്ടിപ്പിൾ സെറ്റിങ്സുകൾ. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഓട്ടോമാറ്റിക് ഇവൻറ്റ്സിനെ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെ നമുക്ക്
ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ ടാഗ് കളക്ട് ചെയ്യുന്ന ഇവൻറ്റ്സുകളെ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് ഇനേബിളും ഡിസേബിളൊക്കെ ചെയ്യാം. ബൈ ഡിഫോൾട്ട് ഞാൻ ഈ ഫോം ഇൻട്രാക്ഷൻ ഇനേബിൾ ആണെങ്കിലും ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓരോ ഫോമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇവൻ്റായിട്ട് ഇൻഫർമേഷൻ ട്രാക്ക് ചെയ്യും. സോ അനാവശ്യമായി ഒരുപാട് ഇവൻറ്റ്സ് നമ്മുടെ ഗൂഗിൾ അനലിറ്റിക്സിൽ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഓഫ് ചെയ്ത് വെച്ചത്. ബിഗ് ആയിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ഡാറ്റ ഒരുപാട് സ്പേസ് വെറുതെ കളയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. സോ ഈ ഒരു ഓപ്ഷൻ ആവശ്യമുള്ളവർ മാത്രം ഇനേബിൾ ചെയ്യുക. ബട്ട് എൻ്റെ റെക്കമെൻഡേഷൻ എപ്പോഴും ഓഫ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും ബെറ്റർ. സോ ഈ ഒരു ഫീച്ചർ ഇവിടെ ടാഗിൽ അവൈലബിൾ ആണ്. സോ ഇവിടെ നമ്മൾ ഈ ടാഗിനകത്ത് ഈ ഓപ്ഷൻസ് ഇനേബിൾ ചെയ്യുകയോ ഡിസേബിൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാഗുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏതൊരു ഡെസ്റ്റിനേഷനിലോട്ടും ആ ഡാറ്റ പോകത്തില്ല. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് മറ്റ് സെറ്റിങ്സുകളുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ കുക്കി സെറ്റിങ്സ് ഉണ്ട്, അതുപോലെ സെഷൻ ടൈം ഔട്ട് സെറ്റിങ്സ് ഉണ്ട്. സോ ഇതേപോലെ ഒരുപാട് സെറ്റിങ്സ് നമുക്ക് ഈ ഗൂഗിൾ ടാഗിൻ്റെ ഇൻ്റർഫേസിൽ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. കറൻറ്റ്ലി നമുക്ക് ഗൂഗിൾ ടാഗിൽ മാത്രം ഫോക്കസ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ഡെസ്റ്റിനേഷനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാം പ്ലസ് ഡെസ്റ്റിനേഷൻ എന്നുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഡെസ്റ്റിനേഷനിലോട്ട് ഇതിനെ കണക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ചൂസ് ചെയ്യാണ്. ഇവിടെ ഞാൻ ഡെമോ അക്കൗണ്ട് ചൂസ് ചെയ്യാണ് ഗൂഗിൾ ആഡ്സിൻ്റെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എൻ്റെ ഡെമോ അക്കൗണ്ട് ഗൂഗിൾ GFR അക്കൗണ്ട് നമ്മൾ കണക്റ്റ് ആയെന്നുള്ളത്. താഴത്തൊരു വാർണിംഗ് കാണാം ഓൾറെഡി. കാരണം ഈ ഒരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് വേറൊരു ഗൂഗിൾ ടാഗ് ഒരു കണക്ടറാണ്, അതുകൊണ്ടാണ് ഈ വാർണിംഗ് കാണിക്കുന്നത്. പക്ഷേ ഞാനിതൊരു ടെസ്റ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് ഞാനത് കൺസിഡർ ചെയ്യുന്നില്ല. ഞാൻ കൊണ്ട് സേവ് ചെയ്യാണ്. യെസ്, ഡെസ്റ്റിനേഷൻ മോഡ് സക്സസ്ഫുള്ളി. സോ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഓൾറെഡി ഗൂഗിൾ ആഡ്സ് ഒക്കെ വേറൊരു ടാഗായിട്ട് കണക്റ്റ് ആയിരുന്നു. ഞാനതിനെ കളഞ്ഞിട്ടാണ് ആക്ച്വലി ഇതായിട്ട് കണക്ട് ചെയ്തത്. സോ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ ഗൂഗിൾ ടാഗ് ആക്ച്വലി 2 ഡെസ്റ്റിനേഷനിലോട്ടായിട്ട് കണക്റ്റഡാണ്. ഗൂഗിൾ അനലിറ്റിക്സും ഒരു ഗൂഗിൾ ആഡ്സ് ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഗൂഗിൾ ടാഗിലോട്ട് വരുന്ന എല്ലാ ഡാറ്റയും ഈ പറഞ്ഞ ഗൂഗിൾ അനലിറ്റിക്സിലേക്കും ഈ പറഞ്ഞ ഗൂഗിൾ ആഡ്സിലേക്കും പാസ് ചെയ്ത് പോകുന്നതായിരിക്കും. സോ സിമിലർലി ഇപ്പോൾ ഗൂഗിൾ അനലിറ്റിക്സിലാണ് ഞാൻ ഗൂഗിൾ ടാഗിൻ്റെ സെറ്റിങ്സ് കാണിച്ചത്. അതുപോലെ ഇപ്പോൾ ഗൂഗിൾ ആഡ്സിൽ പോവുകയാണ് എങ്കിൽ ഇവിടെ നമുക്ക് ഡാറ്റ മാനേജർ പോയി കഴിഞ്ഞാൽ ഗൂഗിൾ ടാഗ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് മാനേജ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സിൽ കണ്ട സെയിം വിൻഡോ ഇവിടെ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് ഇതേപോലെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇവിടെ നിങ്ങൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാഗിനെ ഏതൊക്കെ ഡെസ്റ്റിനേഷനെ കണക്ട് ചെയ്യുന്നോ അത് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സിമിലർലി ഈ ഗൂഗിൾ ടാഗിനെ നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജറിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗൂഗിൾ ടാഗ് മാനേജർ അക്കൗണ്ടിൽ ചെന്നിട്ട് ഗൂഗിൾ ടാഗ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഈ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ടാഗ് മാനേജറിന് ആക്സസ് ഉള്ള ഗൂഗിൾ ടാഗ്സ് കാണാൻ പറ്റും. സോ ഞാൻ ഇത് ചൂസ് ചെയ്യണം. ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഈ ഗൂഗിൾ ടാഗുമായി കണക്ട് ചെയ്തിട്ടുള്ള ഡെസ്റ്റിനേഷനൊക്കെ മാനേജ് ചെയ്യാം. സോ കറൻറ്റ്ലി ഈ ഗൂഗിൾ ടാഗ് 3 ഡെസ്റ്റിനേഷൻ കണക്റ്റാണ്. 2 ഗൂഗിൾ അനലിറ്റിക്സ് അക്കൗണ്ടും ഒരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടിൽ കണക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് വി ക്യാൻ കണക്ട് ദ സെയിം ഗൂഗിൾ ടാഗ് ടു മൾട്ടിപ്പിൾ ഗൂഗിൾ അനലിറ്റിക്സ് അക്കൗണ്ട്. ഓക്കെ, സോ യെസ്. ഓക്കെ, സോ കറൻറ്റ്ലി ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവരും ഗൂഗിൾ ടാഗിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളെ കുറിച്ചൊരു ഇൻ ഡീറ്റെയിൽ ആയ വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരിവൺ.